തന്നെക്കുറിച്ചോർത്ത് തല താഴ്ത്തേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തെ പരിഹസിച്ച് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം. കോൺഗ്രസ് എത്തിച്ചേർന്ന പതനമാണ് വാഗ്ദാനത്തിന് പിന്നിലെന്ന് എളമരം കരീം റിപ്പോർട്ടറിനോട് പറഞ്ഞു. യൂറോപ്യൻ രാജ്യത്തെ ജീവിത സൗകര്യങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കിയ വികസനം ഇടതുപക്ഷത്തിന് വോട്ടായി മാറുമെന്നും എളമരം കരീം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 3 ഇലക്ഷന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഓർത്ത് നിങ്ങൾക്ക് തല താഴ്ത്തേണ്ടുന്ന ഒരവസ്ഥയും ജീവിതത്തിൽ ഉണ്ടാക്കില്ല എന്ന് 4 തവണ പറഞ്ഞ കാര്യം അതാണ്. ഒരു കാരണവശാലും തല താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടാക്കില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം. കുടുംബയോഗങ്ങളിൽ UDF സ്ഥാനാർത്ഥി നൽകുന്ന പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണിത്. എതിരാളിക്ക് ഇതിൽ മറുപടിയുമുണ്ട്. അത് അദ്ദേഹം പറയേണ്ടി വരുന്നത് കോൺഗ്രസ് എത്തിച്ചേർന്ന പതനം അത്ര ഭയാനകമായതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ എത്ര നേതാക്കന്മാർ കൂറുമാറി, ആരെ വിശ്വസിക്കാൻ പറ്റും? അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് എന്ത് ആണയിട്ട് പറഞ്ഞാലും ഇത്തവണ രക്ഷപ്പെടില്ല. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് എളമരം കരീം. കേരളം ഇന്ന് വികസന കാര്യത്തിൽ വളരെ മുമ്പിലാണ്. അത് ഒരു യൂറോപ്യൻ രാജ്യത്തെ ജീവിത സൗകര്യങ്ങളാണ് ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതിന്റെ നേട്ടം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. ബേപ്പൂർ തുറമുഖ വികസനവും എയിംസും ഉൾപ്പെടെയുള്ള വൻ വാഗ്ദാനങ്ങൾ നൽകിയാണ് സിറ്റിംഗ് MPയുടെ പ്രചാരണം. റിപ്പോർട്ടർ, കോഴിക്കോട്. സിനോജ് തോമസ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സിനോജ്, പ്രചാരണം കടുക്കുന്നതോടെ വാദപ്രതിവാദങ്ങളും തുടരുകയാണ്. ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാകുന്നത്? ഈ UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MP ആയ MK രാഘവൻ ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാക്കുന്നത്? ഒപ്പം എങ്ങനെയാണ് എളമരം കരീം ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നത്? വിനീത, 3 മുന്നണികളും പൊരിഞ്ഞ പോരാട്ടമാണ് കോഴിക്കോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാദപ്രതിവാദങ്ങൾ ഉയർന്നു വരുന്നത്. സിറ്റിംഗ് MP MK രാഘവൻ UDFന് വേണ്ടി 4ാം വട്ടം മത്സരത്തിന് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രചാരണം 2ാം ഘട്ടത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. കുടുംബയോഗങ്ങളിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കുടുംബയോഗങ്ങളിൽ അദ്ദേഹം പ്രധാനമായി വികസന കാര്യങ്ങൾ എടുത്തു പറയുന്നു. ബേപ്പൂർ തുറമുഖം, എയിംസ്, കൂടുതൽ ട്രെയിനുകൾ, കാര്യങ്ങൾ പറയുന്നതിനൊപ്പം അദ്ദേഹം നൽകുന്ന പ്രധാന വാഗ്ദാനമാണ് തന്നെ 4ാം വട്ടം ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്ന മണ്ഡലം കോഴിക്കോടാണ്. അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഓർത്ത് തലകുനിക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു. പൊതുവെ ഇടതുപക്ഷം കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന ആരോപണം എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളത്തെ BJP ആണെന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ആ രീതിയിലേക്കാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി ഈ വാഗ്ദാനത്തെയും കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് എത്തിച്ചേർന്ന പതനത്തിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണമാണ് ഈ രീതിയിൽ ഒരു വാഗ്ദാനം നൽകേണ്ടി വരുന്നതെന്ന് പറയുന്നു. കാരണം നിരവധി കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് MK രാഘവൻ ജയിച്ചാലും ഇവിടെ തന്നെ കോൺഗ്രസ്സുകാരനായിട്ട് ഉണ്ടാകുമെന്നൊരു സൂചന നൽകി, അല്ലെങ്കിൽ വാഗ്ദാനം നൽകി വോട്ട് പിടിക്കേണ്ടി വരുന്ന ഒരു ഗതികേടാണെന്നാണ് എളമരം കരീമിന്റെ ഒരു പരിഹാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എളമരം കരീം പറയുന്നത് മറ്റ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ അത് യൂറോപ്യൻ രാജ്യത്തുള്ളതുപോലുള്ള ജീവിത നിലവാരമാണ് സംസ്ഥാനം നൽകിയിരിക്കുന്നത്. അതാണ് എളമരം കരീമിന്റെ വാദം. ഏതായാലും വാദപ്രതിവാദങ്ങൾ കൊഴുക്കുകയാണ്. കോഴിക്കോടും 3 മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ സജീവമായി പ്രചരണ രംഗത്തുമുണ്ട്.